8 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ DGP സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് CPM ഒരു കലാപത്തിന് കൊപ്പുകൂട്ടി, പോലീസ് സംയമനം പാലിച്ചതുകൊണ്ട് ആ കലാപം ഒഴിവായി എന്നാണ്. പക്ഷേ CPM ആ ആക്രമണത്തെ അടക്കം അത് ആ രീതിയിലൊരു കലാപമല്ല എന്ന മട്ടിലാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. CPM പ്രതിരോധത്തിലാണോ? CPM ആവേശത്തിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ ഇന്നലെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CPM-നൊരു ആവേശമുണ്ടാക്കിയ ഒരു ED റെയ്ഡാണ്. അങ്ങനെ ആവേശമുണ്ടാക്കി CPM കോർണറുകളിലൊക്കെ തന്നെ. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഈ റെയ്ഡിന് ശേഷം ED പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് അത് വലിയ കൗതുകമുള്ളതാണ്. ആ വാർത്താക്കുറിപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ED പറയുന്നത് ഏതാണ്ട് 18.36 കോടി രൂപ ഫ്രീസ് ചെയ്തു 242 അക്കൗണ്ടുകളിൽ നിന്നാണ്. അതിന് മുൻപിലുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത് വീണ വിജയൻ്റെ വസതിയിൽ റെയ്ഡ് നടത്തി, വീണ വിജയൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ താഴെ EDയുടെ വാർത്താക്കുറിപ്പിൽ പറയുകയാണ് 18.36 കോടി രൂപ ഫ്രീസ് ചെയ്തു എന്നാണ്. കേട്ടാൽ തോന്നും വീണ വിജയൻ്റെ 18.36 കോടി രൂപ ED ഫ്രീസ് ചെയ്തു ഈ റെയ്ഡുകളിൽ എന്നൊക്കെയാണ്. ആ രീതിയിൽ ഒരാശയക്കുഴപ്പം ED തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഏജൻസിയുടെ വിശ്വാസ്യത ഇന്ന് പൂർണ്ണമായി ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെ നമുക്ക് പറയാം. അതൊരു രാഷ്ട്രീയ ഏജൻസിയായി മാറിയിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് രാജ്യത്ത് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളായാലും ഏതാണ്ട് അത്യാവശ്യം തലയ്ക്കകത്തോളമുള്ള ആളുകളായാലും വിശ്വസിക്കുന്നത്. അങ്ങനെയാണല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ED കേരളത്തിൽ വന്ന് 10-12 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡ് നടത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേരളത്തിൽ CPM ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടു. ആ പരാജയം നേരിട്ട് പാർട്ടിയിൽ വലിയ ചർച്ചകളുണ്ടാകുന്നു. നേതൃത്വം മാറണം എന്നാവശ്യപ്പെട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ്റെ പേര് വന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയാകുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനമായി ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാലോ, പല ജില്ലാ കമ്മിറ്റികളിലും വലിയ വിമർശനമാണ് പിണറായി വിജയനെതിരെ ഉയർന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പോളിറ്റ് ബ്യൂറോയിൽ വരെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെ വിമർശിച്ച് വലിയൊരു വിഭാഗം അംഗങ്ങൾ രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പക്ഷേ അപ്പോഴും മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാണിക്കാനില്ല, തൽക്കാലം പിണറായി വിജയൻ തന്നെ നേതൃസ്ഥാനം ഏറ്റെടുക്കും എന്നൊരു നിലപാട് പോളിറ്റ് ബ്യൂറോ ഭൂരിപക്ഷ അംഗങ്ങളുടെ പിൻബലത്തിലും കേന്ദ്ര കമ്മിറ്റിയിൽ അങ്ങനെ ഒരു വിമർശനം വന്നില്ല. പക്ഷേ പോളിറ്റ് ബ്യൂറോ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിച്ചു. സംസ്ഥാന സമിതിയിലും ഏതാണ്ട് ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു, പ്രഖ്യാപിച്ചു. പക്ഷേ ഇവിടെ വലിയൊരു രാഷ്ട്രീയ തന്ത്രം എനിക്ക് തോന്നുന്നു അത് കേന്ദ്ര സർക്കാരായാലും ഒരു വലിയൊരു രാഷ്ട്രീയ തന്ത്രമാണ് യഥാർത്ഥത്തിൽ EDയുടെ അന്വേഷണത്തിന് പിന്നിലുണ്ടായതെന്ന് ഞാൻ പറയും. കാരണം പാർട്ടിയിൽ വലിയ വിമർശനം നേരിടുന്ന പിണറായി വിജയൻ, പാർട്ടിയിൽ വലിയ വിമർശനവും കലാപവും നടക്കുന്ന ഒരു സാഹചര്യം, ഇവിടെ ഒരു വലിയൊരു അന്വേഷണം വന്നാൽ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ കഴിയും എന്ന് ഒരുപക്ഷെ രാഷ്ട്രീയമായി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാകാം ഒരുപക്ഷെ ഈ ED അന്വേഷണത്തിന് പിന്നിൽ. കാരണം 12 ഇടങ്ങളിലൊന്നും ഇങ്ങനെ റെയ്ഡ് നടത്തേണ്ട ഒരു സാഹചര്യമില്ല. വീണ വിജയൻ എന്ന് പറയുന്ന, വീണ തൈക്കണ്ടി എന്ന് പറയുന്ന, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അവർ പണം വാങ്ങിയെന്നും പണം കൊടുത്തുവെന്നും എന്നതിനുള്ള വ്യക്തമായ രേഖകളുണ്ട്. അവരെന്താണ് സർവീസ് നൽകിയത് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡിസ്പ്യൂട്ടാണ്. ആ ലീഗൽ ഡിസ്പ്യൂട്ട് തെളിയിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതിൽ സർവീസ് നൽകിയിട്ടില്ല എന്ന് തെളിയിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിയുന്നുവെങ്കിൽ തീർച്ചയായും വീണ തൈക്കണ്ടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം, അവരെ ജയിലിൽ അടയ്ക്കണം, അവരിൽ നിന്ന് എന്താണോ പിഴ ഈടാക്കേണ്ടത് അത് ഈടാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ്. പക്ഷേ ഇന്നലത്തെ റെയ്ഡ് എന്ന് പറയുന്നത് അത് ഒരു റെയ്ഡ് നാടകം തന്നെയായിരുന്നു. ആ റെയ്ഡ് നാടകത്തിന് പിന്നിൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് സംശയിക്കേണ്ടി വരും എന്നതാണ്. ഏതായാലും അങ്ങനെ ഒരു റെയ്ഡ് നാടകം ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ റെയ്ഡ് നാടകത്തിലൂടെ CPM കേന്ദ്രങ്ങൾക്ക് അത് കൂടുതൽ ആവേശമായി എന്നതാണ്. ഞാൻ കൗതുകത്തോടെ നോക്കുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു. അതൊക്കെ മറ്റാവശ്യങ്ങൾക്കാണ്. ഡൽഹിയിൽ പോയി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടതുകൊണ്ടാണ്, ആഭ്യന്തരമന്ത്രിയെ കണ്ടതുകൊണ്ടാണ് കേരളത്തിൽ ED റെയ്ഡ് നടത്തിയതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ വലിയ അടിസ്ഥാനമില്ലാത്ത ആരോപണമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഈ പുകിലുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പല ഭാവങ്ങളാണ്.
പല മുഖത്ത് പല ഭാവങ്ങളാണ് വി ഡി സതീശൻ കാണിക്കുന്നത്. പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞവർക്ക് പുതിയ വാചകങ്ങൾ കണ്ടെത്തേണ്ടി വരും. ആ അർത്ഥത്തിൽ ഇദ്ദേഹം പല ആംഗ്യം കാണിക്കുന്നു, പുഞ്ചിരിക്കുന്നു, പല രീതിയിൽ ഗോഷ്ഠി കാണിക്കുന്നു. ഈ ഗോഷ്ഠി കാണിച്ചുള്ള മറുപടിയൊക്കെയാണ് നൽകുന്നത്. ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഇതിലൊരു നിലപാട് വ്യക്തമാക്കാൻ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല. ഒരു നിലപാടില്ലേ എന്നതാണോ പ്രശ്നം എന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് യോജിപ്പില്ല എന്നതാണോ വി ഡി സതീശൻ്റെ നിലപാട് എന്നത് എനിക്ക് സംശയമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? പിണറായി വിജയനെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കയറുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു കോൺഗ്രസിൻ്റേത്. ആ നിലപാടിനോട് വി ഡി സതീശന് വിയോജിപ്പുണ്ടോ? അതോ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ അത് തൻ്റെ സ്വന്തം മന്ത്രിസഭയിലുള്ള രമേശ് ചെന്നിത്തലയെ പോലുള്ള, കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക് തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വി ഡി സതീശന് ആശങ്കയുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി വരുത്തണം. പക്ഷേ ആ ക്ലാരിറ്റി വി ഡി സതീശൻ വരുത്തുന്നില്ല. ആ ക്ലാരിറ്റി വരുത്താതെ ഏതാണ്ട് 10-12 തവണ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയപ്പോഴും ഒരു വാക്ക് ഈ വിഷയത്തിൽ മിണ്ടാൻ വി ഡി സതീശൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇതുപോലെ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത്, അല്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ED ഉദ്യോഗസ്ഥരെ ആക്രമണത്തിലേക്ക് കേരള പോലീസ് തള്ളിവിട്ടത്. അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഒരു വാക്ക് പോലും വി ഡി സതീശൻ പറയാൻ തയ്യാറായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ CPM തീർച്ചയായും ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ശക്തമായി നീങ്ങുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ EDയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലായ്മ എന്നത്, അതിൻ്റെ വിശ്വാസ്യതയില്ലായ്മ എന്നത് തീർച്ചയായും അവരിനി എന്ത് നീക്കം നടത്തിയാലും, എന്ത് അന്വേഷണ നീക്കം നടത്തിയാലും അതിനൊന്നും ഉദ്ദേശിച്ച ഫലം കിട്ടാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ഈ കേസ് ഇനിയിപ്പോൾ കോടതിയിൽ പോയാൽ പോലും അത് തെളിയിക്കുക എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ധാർമ്മികമായ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഈ കേസ് വന്നു എന്നത്, ഈ പണം കൊടുത്തു എന്നും പണം കിട്ടിയെന്നും അതിനൊരു സർവീസ് നൽകേണ്ടതുണ്ട് എന്ന കാര്യമൊക്കെ തന്നെ ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. ആ ധാർമ്മിക പ്രശ്നം പരിഹരിക്കേണ്ടത് വീണ തൈക്കണ്ടി തന്നെയാണ്. വേണമെങ്കിൽ അവർക്ക് എന്ത് സർവീസാണ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയാനുള്ള അവസരമുണ്ട്, അത് ബോധ്യപ്പെടുത്താനുള്ള അവസരമുണ്ട്, അത് പ്രയോജനപ്പെടുത്തണം. അങ്ങനെയെങ്കിലും അത് പാർട്ടി അണികളോടെങ്കിലും പറയണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇവിടെ പ്രതിരോധത്തിലാണോ CPM എന്ന് ചോദിച്ചാൽ ഇവിടെ CPM തീർച്ചയായും ആവേശത്തിലാണ്. പക്ഷേ വീണ തൈക്കണ്ടിയുടെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ ഒരു പക്ഷേ പലയിടങ്ങളിലും അത് പാർട്ടി നേതാക്കൾക്ക് ന്യായീകരിക്കാനൊക്കെ തന്നെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉള്ള സംശയങ്ങൾ അകറ്റാൻ വീണ അവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതാണ്. അതിനിപ്പോൾ കോടതിയിൽ പോലും ഇതുവരെ നൽകിയിട്ടില്ല അത്തരം വിഷയങ്ങളിലുള്ള വിശദീകരണങ്ങൾ. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു വിശദീകരണം അനിവാര്യമാണ്. അത് പാർട്ടി അണികൾക്കെങ്കിലും അനിവാര്യമാണ്. ഏതായാലും ഇവിടെ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും EDയുടെ വിശ്വാസ്യതയില്ലായ്മയും ഈ റെയ്ഡ് നാടകവും ഒക്കെ തന്നെ വലിയ ഒരു നാണക്കേട്, ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ വലിയ നാണക്കേടായി തുടരുക തന്നെയാണ്. ഇവിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു മറുപടി പറയണം, ഒരു നിലപാട് പറയണം. അത് എത്രയും വേഗം പറയണം. ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒളിച്ചോടുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഓക്കെ. Meet the editors.